അപ്പോ സ്കൂൾ അവധി ആയതുകൊണ്ട് ഞങ്ങൾ കുറെ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. വായനാ മത്സരമാണ് ഇന്ന് നടത്തുന്നത്. അതിൽ ഒന്നാണ് വായനാ മത്സരം. അപ്പോൾ ഗുണപാഠ കഥകളാണ് വായനാ മത്സരത്തിൽ കൂടാൻ പൂതിയുള്ളവർ കമന്റിൽ പറയണേ. പൂതിയുള്ളവർക്കില്ലേ ഇവർക്ക് വന്ന് കളിക്കാനും പറ്റും. വേണമെങ്കിൽ ഇങ്ങോട്ട് സൗകര്യമുണ്ട്. ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ആദ്യമായി കാണുകയാണെങ്കിൽ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപകടകാരികരമായ ഉദ്യമം. 4 ചങ്ങാതിമാർ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വഴിയിലൊരിടത്ത് അവർ കുറച്ച് എല്ലുകൾ കൂടി കിടക്കുന്നത് കണ്ടു. 4 പേരും കൂടി നിന്ന് എല്ലും കഷ്ണവും നോക്കി നിന്നു. ഒന്നാമൻ പറഞ്ഞു, ഇതൊരു സിംഹത്തിന്റെ എല്ലിൻ കഷ്ണങ്ങളാണ്. ഞാനിത് കൂട്ടിവെച്ച് സിംഹത്തിന്റെ അസ്ഥികൂടമാക്കും. രണ്ടാമൻ പറഞ്ഞു, ഞാൻ ആ അസ്ഥികൂടത്തിന് മാംസവും തൊലിയും കൊടുത്ത് അതൊരു സിംഹത്തിന്റെ ഉടലാക്കും. അപ്പോൾ മൂന്നാമൻ പറഞ്ഞു, വേണ്ട, ഇതൊരു അപകടം പിടിച്ച കളിയാകും. പക്ഷെ മറ്റു 3 പേരും മൂന്നാമന്റെ വാക്കുകൾ കേട്ടില്ല. എന്ന് മാത്രമല്ല, നാലാമൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അതിന് ജീവൻ നൽകും. മൂന്നാമൻ വീണ്ടും പറഞ്ഞു, അരുത്, അത് അപകടമാണ്, അരുത്. മറ്റുള്ളവർ അവനെ ഭീരു എന്ന് വിളിച്ചു കളിയാക്കി. അപ്പോൾ മൂന്നാമൻ അവിടെ നിന്നു പോയി. നാലാമൻ സിംഹത്തിന്റെ രൂപത്തിന് ജീവൻ കൊടുത്തു. ജീവൻ കിട്ടിയ സിംഹം അവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് ചാടിയടുക്കുകയും 3 പേരെയും വധിക്കുകയും ചെയ്തു. ഗുണപാഠം. സാമാന്യ ബുദ്ധിയില്ലാത്ത അറിവ് പാഴാണ്. അടുത്തത് ലുലു വായിക്കട്ടെ. ആൽപ്പൻ പുഷ്പത്തിന്റെ കഥ. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചന്ദ്രനെ ഏറെ ഇഷ്ടമായിരുന്നു. ചന്ദ്രന്റെ നിലാവിൽ ആകൃഷ്ടനായ രാജാവ് ചന്ദ്രനിലേക്ക് പോവാൻ തീരുമാനിച്ചു. വളരെയേറെ ശ്രമങ്ങൾ ശേഷം രാജാവ് ചന്ദ്രനിലെത്തി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ചന്ദ്രന്റെ ഈ തിളക്കമെല്ലാം ചന്ദ്രന്റെ മുകളിൽ നിന്നാണെന്ന്. രാജാവ് ചന്ദ്രന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തന്നാൽ എൻ്റെ ഭംഗിയൊക്കെ നഷ്ടമാവും. അതിനാൽ എൻ്റെ മകളുടെ ഓർമ്മയ്ക്കായി ഞാൻ നിങ്ങൾക്ക് ഈ പുഷ്പം തരാം. താങ്കളുടെ രാജ്യത്തേക്ക് ഈ പുഷ്പം കൊണ്ടുപോയിക്കൊള്ളൂ. ഇതായിരുന്നു ഭൂമിയിലെ ആദ്യത്തെ ആൽപ്പൻ പുഷ്പം. ഗുണപാഠം. എത്താഴത്തേക്ക് ചാടിയാൽ നിരാശ ഫലം. അടുത്തതായി പിഞ്ചു വായിക്കുന്നു. പിഞ്ചു ഇങ്ങോട്ടിരിക്കുമോ? ഇക്കൊന്ന് വേണോ? ഇംഗ്ലീഷ് പറയും വായിക്കും. ഇംഗ്ലീഷ് വായിക്കും. ഒരിക്കൽ ഒരു ഉറുമ്പ് അരുവി വീണു. അവൻ കയറാൻ പ്രയാസപ്പെടുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് പുഴക്കര ഇതിൽ ജയിക്കലും തോൽവിയൊക്കെ ഉണ്ടോ? ഫസ്റ്റ് സെക്കൻഡ്
ഗൈസ് ഓക്ക് വായിക്കാനൊക്കെ ചെറുതായിട്ട് അറിയുള്ളൂ. ഒന്നും വിചാരിക്കുന്നതോളം ഒന്നിലെത്തിയിട്ടുള്ള വെക്കേഷൻ കഴിയുമ്പോഴത്തേനോട് നന്നായി വായിക്കും. വെക്കേഷൻ കഴിയുമ്പോഴത്തേനോട് ഫുള്ള് ഈ കഥ ബുക്കത്തെ ഫുള്ള് വായിച്ച് ഫിനിഷ് ആക്കും. അടുത്ത മത്സരത്തിന് അപ്പോൾ മൊത്തം ഫുള്ള് വായിച്ച് ഈ കളിയുടെ ഉപജ്ഞാത മെയിൻ ആള് ഡയറക്ടർ എന്റെ ഏജോ കമന്റ് ചെയ്താൽ ഞങ്ങൾ അയച്ചു തരാട്ടോ. ഒന്ന് മെനക്കെടുത്തോ. ഇത് രണ്ടാളും ഇല്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയാം. ഒരു കടി കൊടുത്ത് ഭജനം കൊണ്ട് ഇവൾക്ക് കുറച്ചൊക്കെ വായിക്കാൻ കഴിയുള്ളൂ കേട്ടോ ഗൈസ്. അവള് 1ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള ഇവള് ഈ വെക്കേഷൻ കഴിയുമ്പോഴത്തേന് ഈ ബുക്ക് ഫുള്ള് വായിച്ചു നിൽക്കും. ഇവിടെ അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പം ബാക്കി വീഡിയോസ് കാണുമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് വേണം. ഞങ്ങളുടെ നന്മയിലേക്ക് നയിക്കും. നന്മയിലേക്ക് നയിക്കും. ഇതുവരെ അടുത്തതായി ഞാൻ കൊടുക്കട്ടെ. അടുത്തതായി വായിക്കട്ടെ. അതിന്റെ ഹലോ അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. ഞാൻ ആരുടെ ശരിക്കും ഇത് പറയാം. താഴെ പറയാം. യഥാർത്ഥ ഒരിടത്ത് ദയാലുവായ ഒരു മുയൽ ഉണ്ടായിരുന്നു. തന്റെ കഴിവിന്റെ പരമാവധി അവൻ എല്ലാ മൃഗങ്ങളെയും സഹായിക്കുമായിരുന്നു. മറ്റു മൃഗങ്ങളൊക്കെ അവനെ ഏറെ പുകഴ്ത്തുകയും ചെയ്തു. ക്യാരറ്റും തേടി നടക്കുമ്പോൾ വേട്ടനായ്ക്കൾ അവന്റെ മേൽ ചാടി വീണു. മുയൽ ജീവൻ കൊണ്ട് ഓടി പിന്നാലെ നായ്ക്കളും. അവസാനം മുയൽ ഒരു കുറ്റിച്ചെടിക്കുള്ളിൽ ഒളിച്ചിരുന്നു. ഭയന്നു വിറച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുതിര അതുവഴി കടന്നു പോകുന്നത് പാവം മുയൽ കണ്ടു. കുതിരയോട് മുയൽ സഹായിക്കാൻ അപേക്ഷിച്ചു. അപ്പോൾ കുതിര പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ അത്യാവശ്യമായ ഒരു ജോലി ചെയ്യാനുണ്ട്. പിന്നെ അതുവഴി വന്നത് ഒരു കാളയായിരുന്നു. മുയൽ കാളയോടും സഹായിക്കാൻ അഭ്യർത്ഥിച്ചു. എനിക്ക് നിന്നെ സഹായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ കുടുംബം എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ വൈകി. പല മൃഗങ്ങളും അതുവഴി വന്നു. ഓരോരുത്തർക്കും മുയലിനെ സഹായിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. മുയൽ ഓർത്തു, എനിക്ക് കഴിയുമ്പോഴൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചു, പക്ഷേ എന്നെ സഹായിക്കാൻ ആരും വന്നില്ല. അപ്പോഴാണ് ഒരു പരുന്ത് ആ വഴി പറന്നു വന്നത്. മുയൽ പറഞ്ഞു, ഒരു കൂട്ടം നായ്ക്കൾ എന്നെ പിന്നാലെ വരുന്നുണ്ട്, എന്നെ രക്ഷിക്കുമോ? പരുന്ത് ഉടനടി മുയലിനെ കാലിൽ ഇറുക്കി പിടിച്ച് ഉയർന്നു പറഞ്ഞ് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തും ഇറക്കി വെച്ചു. നല്ല പ്രവർത്തിക്ക് നല്ല ഫലം ഉറപ്പ്. അപ്പം വായിക്കുന്നത് ബൈ ബൈ.